നമസ്കാരം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച വത്തിക്കാനിൽ നടക്കും. ഇപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ദർശനത്തിന് വച്ചിരിക്കുന്നത്. 10,000 ആളുകളാണ് മാർപ്പാപ്പയ്ക്ക് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി അവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക കഴിഞ്ഞ ദിവസം തന്നെ എല്ലാവർക്കുമായി തുറന്നു കൊടുത്തിരുന്നു. മാർപ്പാപ്പയുടെ ഭൗതികദേഹം കർദിനാൾമാരുടെ വിലാപയാത്രയുടെ അകമ്പടിയോടെയാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് കൊണ്ടുവന്നത്. തുടർന്ന് അവിടെ പൊതുദർശനം ആരംഭിച്ചു. സ്വിസ് ഗാർഡുകളാണ് ഈ ചടങ്ങിൽ അവിടെ കാവൽ നിൽക്കുന്നത്. പലരും 7-8 മണിക്കൂർ ക്യൂ നിന്നാണ് പാപ്പയുടെ ഭൗതിക ശരീരം ദർശിക്കുന്നത്. മാർപ്പാപ്പ മരിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ ലളിതമായിരിക്കണം എന്ന് നിർദ്ദേശിച്ചിരുന്നു. അതനുസരിച്ച് സാധാരണഗതിയിൽ മാർപ്പാപ്പമാരെ സംസ്കരിക്കുന്ന പോലെ 3 വ്യത്യസ്ത മരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ശവപേടകത്തിന് പകരം സാധാരണ തരുണ് നിർമ്മിച്ച ശവപ്പെട്ടിയിൽ മതി തൻ്റെ സംസ്കാരം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നതും അത്തരത്തിലുള്ള ഒരു സാധാരണ മരപ്പെട്ടിയിൽ തന്നെയാണ്. മാർപ്പാപ്പയുടെ ആഗ്രഹം പോലെ ഉയർന്ന പീഠം ഒഴിവാക്കി ചെറിയ റാമ്പിലാണ് പേടകം വച്ചിരിക്കുന്നത്. ആദ്യം കർദിനാൾമാരും ബിഷപ്പുമാരുമാണ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചത്. അതിനെ തുടർന്നാണ് സാധാരണ ജനങ്ങൾക്ക് അവിടേക്ക് പ്രവേശനം അനുവദിച്ചത്. ശനിയാഴ്ച നടക്കുന്ന സംസ്കാര ചടങ്ങുകളെക്കുറിച്ചും പിന്നീട് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നതിനായി കർദിനാൾമാരുടെ യോഗം കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ ചേർന്നിരുന്നു. ഇനിയും ധാരാളം കർദിനാൾമാർ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വത്തിക്കാനിലേക്ക് എത്താനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്നത് പ്രാരംഭ ചർച്ചകൾ മാത്രമാണ്. മാർപ്പാപ്പയുടെ സംസ്കാരവും പിന്നീട് ദുഃഖാചരണവും കഴിഞ്ഞതിന് ശേഷമായിരിക്കും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുക. നാളെ വൈകിട്ട് 10-ന് പൊതുദർശനം പൂർത്തിയാക്കി പേടകം അടയ്ക്കും. ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കുന്ന സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാക്കി മാർപ്പാപ്പയെ മേരി മേജർ ബസിലിക്കയിൽ എത്തിച്ചാണ് സംസ്കരിക്കുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിരവധി ലോക നേതാക്കൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാർപ്പാപ്പയ്ക്ക് ആദരം അർപ്പിക്കാൻ എത്തിയ പലരും പൊട്ടിക്കരയുന്നത് കാണാമായിരുന്നു. മാർപ്പാപ്പമാരിൽ ഒരുപക്ഷെ ഏറ്റവും ലളിത ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ജനങ്ങൾക്കേറെ പ്രിയപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, നിരവധി പരിഷ്കാരങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നത്. എന്നും തന്നെ നിലപാടുകൾ ഉറച്ചു നിന്നിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു മാർപ്പാപ്പ. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ജനപ്രീതി നേടിയ മാർപ്പാപ്പയായി ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ദർശിക്കുന്നതിന് വേണ്ടി ഇത്രയധികം ജനങ്ങൾ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. നിരവധി ലോക നേതാക്കൾ എത്തുന്നത് പ്രമാണിച്ച് വത്തിക്കാനിൽ സുരക്ഷാ സംവിധാനങ്ങളും കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും പൊതുദർശനം ഒഴിവാക്കുന്നില്ല. ഇപ്പോൾ ദിവസം 20,000 പേരെങ്കിലും ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നു എന്നാണ് കണക്ക്. സംസ്കാര ചടങ്ങുകളിൽ 2 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുമെന്നാണ് വത്തിക്കാൻ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്.